ഈ ബൈജൂസിൻ്റെ ബൈജു രവീന്ദ്രന് 6 മാസത്തേക്കുള്ള ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അത് ഇന്ത്യയിലുള്ള ഏതൊരു കോടതി ഒന്നല്ല, അങ്ങ് സിംഗപ്പൂരിലൊരു കോടതിയാണ്. ഈ ഇന്ത്യയിലുള്ള കോടതിയാണെന്നുണ്ടെങ്കിൽ കൂറകളെ പുറകിലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇതിന് സമയം കിട്ടാണ്ടായി പോയത്. ഈ സിംഗപ്പൂർ കോടതി എന്താണ് വിധിച്ചത്, എന്തുകൊണ്ടാണ് വിധിച്ചതെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ബൈജൂസിൻ്റെ ഒരു കമ്പനി, ഒരു ഹോൾഡിംഗ് കമ്പനിയാണ്. അത് സിംഗപ്പൂർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഷെയറുകളും ഉണ്ടായിരുന്നു. ശരിക്കും എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ കാലക്രമേണ കമ്പനി കടത്തില്ലേ, അവിടെ വെച്ച കാശുകൾ ചോദിച്ചിട്ട് ആൾക്കാർ വന്നു തുടങ്ങി. ഈ കാശൊക്കെ കിട്ടാണ്ടായപ്പോൾ ഇവരെന്താക്കി, നേരെ കോടതിൻ്റെ അടുത്ത് പോയി. ഇതൊക്കെ കേട്ട് കോടതി എന്ത് പറഞ്ഞു, ബൈജൂസിനോട് ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ എത്ര സ്വത്തുണ്ട്, സമ്പത്തുണ്ട് എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് അവർ വിധി പറയാമെന്നുള്ളത്. ഇതൊക്കെ കേട്ടപ്പോൾ ബൈജു രവീന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടിയില്ല. അതുകൊണ്ടാണ് സിംഗപ്പൂർ കോടതി 6 മാസത്തേക്ക് ജയിൽ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഇതൊക്കെ സംഭവിക്കുന്നത് 2024 ഏപ്രിലാണ്. പക്ഷെ വൈകാതെ തന്നെ 2 വർഷം കഴിഞ്ഞ് ഈ 26 മെയ്യിൽ വിധിയും മറ്റു കാര്യങ്ങളെല്ലാം വന്നു. ഇതൊക്കെ നോക്കുമ്പോൾ നമ്മളെ ഇന്ത്യക്കാരുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്കണം. 3 വർഷമായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് കാണാം, നാളെ കാണാം, അങ്ങനെ അല്ലാണ്ട് ഒരുവിധ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടിയാണ് ബൈജൂസിന് വേറൊരു അക്കിടി പറ്റി. അതായത് ഈ BCCIന്റെ ഫണ്ട് ആള് ഹോൾഡ് ചെയ്തത്. BCCI ആരാമോൻ വെറുതെ വിടുമോ? ഇതിന്റെ പുറകിൽ NCLTക്ക് പരാതിയും കൊടുത്തിട്ട് ബൈജൂസിന്റെ കംപ്ലീറ്റ് സ്വത്തും എല്ലാം ബാങ്ക്രപ്റ്റ് ചെയ്തു. ഈ സംഭവങ്ങളൊക്കെ ഒറ്റ വർഷം കൊണ്ടാണ് BCCI നടപ്പിലാക്കിയത്. ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ? താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുക.